ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ മാസ്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതെന്തിനാണെങ്കിൽ നമ്മുടെ ഹെയർ മാസ്കിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചായ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഫി ഉപയോഗിക്കാം, പിന്നെ ഗ്രീൻ ടീ ഉപയോഗിക്കാം. ഞാൻ നമ്മുടെ സാധാ ചായപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് അതിലേക്ക് 5-6 ടീസ്പൂൺ ചായപ്പൊടി ഇടാം. ഞാൻ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുകയാണ്. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളമാക്കി മാറ്റണത്, നല്ലോണം കുറുക്കി. അപ്പോൾ ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ചായ നല്ല പോലെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1/2 ഗ്ലാസോളം ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ചായ നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസോളം ഉണ്ട്. 1/2 ഗ്ലാസ് ആയിട്ടില്ല, 3/4 ഗ്ലാസോളം ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു 2 ദിവസത്തോളം 2 മണിക്കൂറോളം വെറുതെ അനക്കാതെ വെക്കണം. ഞാനൊരു ദിവസം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു മിനിമം 2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഹെയർ മാസ്കിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. നിങ്ങളുടെ മുടിയുടെ വോളിയത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കണം. ഈ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള ചായയും കൂടി ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. കണ്ടത് ഒന്നും കൂടി കുറുകിയിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടുണ്ട് ചായയുടെ. അപ്പോൾ ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാസ്ക് റെഡിയായി. ഇത് ഒരു പേസ്റ്റ് രൂപത്തിലൊന്നല്ല വന്നിരിക്കുന്നത്. ഇതിനൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. കണ്ടില്ലേ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ വെളുത്തുള്ളി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണത്. നിങ്ങൾ ഈ ഹെയർ മാസ്ക് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗാർലിക് കുറച്ചധികം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടീ കുറച്ച് ആഡ് ചെയ്യുക. അങ്ങനെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കുള്ളൂ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 തവണ 1-1.5 മണിക്കൂർ തേച്ച് പിന്നെ അതിന് ശേഷം മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയണം. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഇത്തിരി ഹാർഷാണ്, പലർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും വളരെ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. നമ്മുടെ ഹെയറിന് വേണ്ടി ആകുമ്പോൾ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ മുകളിൽ വരുന്ന ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഒക്കെ പറ്റിയതാണ്. നിങ്ങൾക്ക് ഹെയർ ഫോളും ഡാൻഡ്രഫും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹെയർ മാസ്ക് ഉപയോഗിച്ച് നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാകും. അടുപ്പിച്ചൊരു 3 മാസമെങ്കിലും ഉപയോഗിക്കണം. ആഴ്ചയിൽ 3 വട്ടമല്ലേ ഉപയോഗിക്കേണ്ടൂ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് കാരണം പലരും ഇത് വേണ്ടാന്ന് വയ്ക്കും. പക്ഷെ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അടുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും. സ്മെല്ല് ഒന്ന് ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. പിന്നെന്താ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവരും നല്ല ഹെൽത്തിയായി ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, സീ യു സൂൺ.